frame. Oh my god. I am. വെൽക്കം ബാക്ക് ടു എൻജോയ് ജെകെ. നമ്മുടെ വിജയണ്ണന്റെ ജനനായകൻ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം നെക്സ്റ്റ് മന്ത് ആണ് പടം ഇറങ്ങാൻ നെക്സ്റ്റ് മന്ത് അല്ല ഈ മാസമാണ് പടം ഇറങ്ങാൻ പോണത്. ഞാനിപ്പോഴും ഡിസംബറിലുള്ള. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത ഡിസംബർ എൻഡോട് കൂടിയിട്ടായിരുന്നു. പക്ഷെ സംഭവം ഇപ്പൊ വന്നിട്ടുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കുറെ നാൾക്ക് ശേഷം ഓൺ ദ സ്പോട്ട് ഒരു ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും മിസ്സായി പോകാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ മൂവിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷനും പിന്നെ ഇതിന്റെ അപ്ഡേറ്റ്സും നമ്മൾ ഇത്തവണ അധികം മിസ് ചെയ്തിട്ടില്ല അല്ലെ. മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും സംഭവം വന്നേക്കുന്നുണ്ട്. എനിക്ക് കണ്ടതിന് ശേഷം നമുക്ക് പറയാം. അതെ, ബാക്കി എല്ലാം അതിന് ശേഷം അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവർക്കും അറിയാം. റെഡി? ஒரு பேர் அனுப்பிச்சிருக்கேன், அவன் யார் என்னன்னு விசாரிச்சு சொல்ல. നല്ല ഫ്രെയിംസ് വരാൻ. Oh my god, ആ ഫ്രെയിം. நான் சாதாரண செய்த சம்பவம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்கக்கூடாது சார். விஜய புலி மாதிரி வளரும். ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கைத்து கொடுக்கணும். என் பொண்ணை தொட சொன்னவன் யாரு? யாரு? അച്ഛൻ ഇമോഷനാണ്. ഓ 9ാം നാൾ ഇന്ത്യയെ കാലടിയിൽ വന്ന പഴമ விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கும். மக்களுக்கு நல்லது பண்ற நீதிக்குள்ள வராது. എല്ലാം ഉണ്ട് കേട്ടോ. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. திரும்பி போற ஐடியாவே இல்ல. I am coming. I'm waiting ഇല്ല. അയ്യോ പൊളിറ്റിക്സ്. റോബോട്ടിക്കാ. ജനുവരി 9 ലാസ്റ്റ് എന്താണ് വെറുതെ കാണിച്ചാണല്ലോ ഇങ്ങനത്തെ ഉണ്ട് സംഭവം. എന്താ പറയാ, ഒരു അതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഭയങ്കര ഒരു പ്രത്യേകിച്ച് ആ ഒരു തളപതി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ലേ, അത് ഭയങ്കര ഗൂസ് ബംസ് സാധനം കേട്ടോ. അതായത് നമ്മൾ കേൾക്കുമ്പോ തൊട്ട് അവിടെയാണ് നമ്മൾ കാണുന്നതിന്റെയൊക്കെ ഒരു ഭയങ്കര ഒരു ഹൈപ്പിൽ എത്തുന്ന ഒരു സംഭവം. അത് ആ ഒരു രണ്ടാമതിറങ്ങിയ സിംഗിൾ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ആ ഒരു സ്കോർ വരുമ്പോൾ തന്നെയാണ് ബാക്കി എന്ത് സീനിനെക്കാളും അല്ലേ ആ സീൻ. അതിനകത്ത് വിജയണ്ണൻ വരുമ്പോ ആ സ്കോറും കൂടി വരുമ്പോ അത് ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ. ഭയങ്കരമായിട്ട് നമ്മൾ അത് എന്താ പറയുക, വിജയണ്ണൻ വരുന്നത് ആ ഒരു സ്കോറും കൂടിയും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നിപ്പോകും, മനസ്സിൽ നമ്മൾ അറിയില്ല ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് വരും നമുക്ക്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ ഒരു പോലീസ് മാൻ ലുക്ക് നമുക്ക് ഇഷ്ടമുള്ള, അതായത് വിജയണ്ണന്റെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ലുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന്റെ ആ ഒരു ലിയോയിലെ ഒരു എന്താ പറയുക ലുക്ക്, കാരണം ആ റോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അദ്ദേഹം പ്രായമായിട്ടുള്ള റോൾ ഇപ്പൊ ബിഗിലൊക്കെ ആണെങ്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര മെച്ചൂർഡ് റോൾ ചെയ്യുമ്പോഴും നമുക്ക്
ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഏകദേശം അഗെയിൻ ഇതിനകത്തും എന്താ പറയാ അച്ഛനായിട്ടാണ് വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മള് മറ്റേ പടത്തിൽ ഇതിലെ തെറിയില് കുഞ്ഞു കൊച്ചു ഇവൻ ലിയോയിലും അച്ഛൻ തന്നെയാണല്ലോ ഏകദേശം. അപ്പൊ ആ ഒരു അച്ഛൻ ഇവൻ അഗെയിൻ ദിസ് മൂവിയില് ലാസ്റ്റ് മൂവിയിൽ അച്ഛൻ തന്നെയല്ലേ. അപ്പൊ അവിടെ ആ ഒരു അച്ഛൻ ഇമോഷൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് അങ്ങേര് തൂക്കിയിരിക്കും. പിന്നെ അത് മാത്രമല്ല എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു 2-3 സാധനങ്ങളാണ് മെയിൻ 5 സാധനങ്ങളൊക്കെ ഗംഭീരം. പ്രത്യേകിച്ച് എപ്പോഴും അയാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണല്ലോ പറയാറ്. ഇപ്പോൾ ഇവിടെ അയാം കമ്മിങ് എന്നുള്ളൊരു സാധനം മാറ്റി പറഞ്ഞത് ക്ലീഷേ ചെറിയ നമ്മളറില്ലേ ശരിക്കും വിജയണ്ണന്റെ മൂവീസിൽ ഏകദേശം സെയിം സീൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു തിരിച്ചു മറിച്ചൊക്കെ ഇടാം. പക്ഷെ ഇതിൻ്റെ അകത്ത് അതൊന്ന് മാറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ ആ ഒരു ഇതും നല്ലായിരുന്നു കേട്ടോ, പൊളിറ്റിക്സിന്റെ സംഭവം കാണിച്ചത്. അതായത് രാഷ്ട്രീയത്തിലോട്ട് ഇങ്ങനെയാണ് വരുന്നത് രീതിയിൽ അടിക്കുന്ന ഒരു സാധനം, അത് ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി എന്താ സംഭവം അറിയോ, ഈ മൂവിന്റെ ഡയറക്ടർ എച്ച് വിനോദ് ഒരു കണ്ടന്റ് ഓറിയന്റഡ് മൂവി എടുക്കുകയാണെങ്കിൽ അല്ല എച്ച് വിനോദിന്റെ കണ്ടന്റ് ഓറിയന്റഡ് മൂവി എടുക്കുമ്പോൾ ആൾ അടിപൊളിയായിട്ട് എടുക്കാറുണ്ട്. കമേഴ്ഷ്യൽ മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചൊന്ന് എവിടേക്കോ പോവാറുള്ളൂ, ലോജിക്കലി എവിടെയെങ്കിലും പോകും. പക്ഷെ രണ്ടും കൂടി നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ ഗംഭീര പടാക്കാൻ പറ്റും. ട്രെയിലർ കാണുന്ന സമയത്ത് ആ ഒരു കണ്ടന്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഓവറായിട്ട് മറ്റേ കൊമേഴ്ഷ്യൽ സാധനത്തിനകത്തോട്ട് പോകണില്ല. കൊമേഴ്ഷ്യൽ ഉണ്ട്, ആവശ്യത്തിനുള്ളുണ്ട്. വിജയണ്ണന്റെ എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് തന്നെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് കുറെ സാധനങ്ങൾ വരുന്നില്ല. ഇനിയിപ്പോ അത് ട്രെയിലറിൽ അങ്ങനെ കാണാത്ത. പിന്നെ എനിക്കൊരു ഇതുണ്ട് കേട്ടോ, അതായത് ഞാൻ ഇതിനെ കുറിച്ച് റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഭഗവത് കേസരി ഉണ്ടല്ലോ നമ്മളെ ബാലയ്യയുടെ ഒരു പടം, അതില് ശ്രീലീലയാണെന്ന് തോന്നുന്നു മോളായിട്ട് വന്നത്. അതിന്റെ ഒരു തീം ഏകദേശം കുറച്ച്, അതായത് ഫുള്ളല്ല, ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വിജയണ്ണൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഫുള്ളല്ല, അതിന്റെ ഏതോ ഒരു പോർഷൻസ്, അത് എനിക്കൊന്ന് ആ ഒരു അച്ഛൻ മകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഒരു തീം. ഞാനും കണ്ടിട്ടില്ല പടം ഞാൻ കണ്ടിട്ടില്ല. അല്ല ന്യൂസ് തപ്പൊന്നല്ല, അതിങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സാധനം വരുമല്ലോ. അപ്പൊ ആ ഒരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ട്രെയിലറിന്റെ അകത്തും ഏകദേശം അത് കാണിക്കുന്ന പോലെയും ഫീൽ ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അച്ഛൻ മകൾ. അങ്ങനത്തെ കുറെ പടങ്ങളുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് പിന്നെന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ അത് ചില സംഭവങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും പടം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ എന്താ പറയാ അതിന്റേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് പറയേണ്ടത് നമ്മള് ഒന്ന് ഇതൊരു ഏകദേശം ലാസ്റ്റ് പടാണെന്ന് പറയാം വിജയണ്ണന്റെ പൊളിറ്റിക്സിലോട്ട് ഓൾറെഡി കയറിയ ആള്. പക്ഷെ എന്താണ് നമ്മൾ ഇനി അങ്ങോട്ട് ഫുള്ളി കണ്ടിന്യൂ ചെയ്യണം. അപ്പം ലാസ്റ്റ് ഒരു മൂവിയാണ്. അപ്പൊ അതെന്തായാലും തിയേറ്ററിൽ കൊണ്ടാടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്, അല്ല ആഘോഷിക്കുക എന്നുള്ളതാണ്. ആഘോഷിക്കാനുള്ള എല്ലാ എലമെന്റ്സും ട്രെയിലറിൽ തന്നിട്ടുണ്ട്. അതും എന്താ പറയാ വ്യത്യാസം എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ആ ബോബി ഡിയോളിനെ കാണിച്ച സമയത്ത് കുറച്ച് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കുറച്ചുകൂടി ഒരു ടെക്നോളജീസ് ഒക്കെ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് എന്തോ സാധനം കാണിക്കുന്നുണ്ട്. അവസാന റോബോട്ടൊക്കെ വരുമ്പോ ഏകദേശം നമുക്ക് മനസ്സിലാവും ഗോട്ടിൽ ഇങ്ങനത്തെ അതായത് ഉണ്ടായിരുന്നല്ലോ കുറച്ചൊരു ടെക്നോളജി സംഭവങ്ങൾ, ആ ഒരു ഫിക്ഷൻ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ കാണിക്കാൻ പോകുന്നത്. മമിതയ്ക്ക് നല്ല റോളുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റോൾ തന്നെയാണ്. പൂജ ഹെഗ്ഡേനേക്കാളും ഇമ്പോർട്ടന്റ് റോള് മമിതക്കാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ഡയലോഗ് നന്നായിരുന്നു, അത് പെണ്ണിനെ രക്ഷിക്കാൻ വന്നവൻ പെണ്ണിനെ രക്ഷിച്ച് പൊക്കോ, മക്കൾക്ക് വേണ്ടി നേരണ്ടെന്ന് പറയുന്നില്ലേ മറ്റേ. പക്ഷെ അവിടെ വിജയണ്ണന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, കാരണം പൊതുവെ എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ വിജയണ്ണോട് വരാറ് രക്ഷിക്കാൻ. ആ റീസൺ ഉള്ളത് കൊണ്ടാണ് ലാസ്റ്റ് എന്താ അച്ഛൻ മകൾ ആ ഒരു സോങ് ഇറങ്ങിയത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു സോങ്ങിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് എന്താ പറയാ ആ ഒരു കറക്റ്റ് പ്ലേസിൽ തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഏകദേശം എന്താ പറയാ നമുക്ക് മനസ്സിലായി ട്രെയിലറിൽ നിന്ന് എന്തായിരിക്കും കാര്യം എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് കത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓ മൈ ഗോഡ്. പിന്നെ ട്രെയിലറിന്റെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു, അധികം നീട്ടി വലിച്ചില്ല. കറക്റ്റ് ആ ഒരു എന്താണോ കാണിക്കാനുള്ളത് ഫുള്ളി, പക്ഷെ കഥ ഡെവലപ്പ് അതായത് റിവീൽ ചെയ്യാത്ത രീതിയിൽ പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. ഗംഭീരാണ്, അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അങ്ങനെ ഒരു രീതിയിൽ. അതായത് എന്താ പറയാ നമുക്ക് ഓവറായിട്ട് തന്നിട്ടില്ല, പക്ഷെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോകാം, നമുക്കൊരു ചാൻസസ് വരുന്നുണ്ട്. പക്ഷെ അതന്നെയാണോ എന്നുള്ളത് പടം കണ്ടാലും മനസ്സിലാവില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ കാണാം.